എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ മണ്ഡലം പിടിച്ചെടുക്കാനാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. മുന്നൊരുക്കങ്ങൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചിരികാണ്. രേഷ്മ, മധ്യകേരളത്തിലും വലിയ ചലനങ്ങൾ, വലിയ അട്ടിമറി സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യയുള്ളത്. എത്രത്തോളം ഒരുക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു? അതെ സുരേഷ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് ആവർത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. എന്തായാലും മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. തൃപ്പൂണിത്തുറയെ കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും ബി.ജെ.പിയുടെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്. നമുക്കറിയാം, തൃപ്പൂണിത്തുറയിലെ ചരിത്ര വിജയമാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ളത്. 53 ഡിവിഷനുകൾ ഉള്ളതിൽ 21 ഡിവിഷനുകളിൽ അത് ബി.ജെ.പി നേടിയെടുത്തു. അതോടൊപ്പം തന്നെ ഭരണം പിടിച്ചെടുക്കാനായിട്ട് ബി.ജെ.പിക്ക് സാധിച്ചു. ആ ഒരു ആത്മവിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഊർജമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് ബി.ജെ.പി കടന്നിരിക്കുന്നത്. പക്ഷേ അത്ര കണ്ട് ഏറ്റവും എളുപ്പമൊന്നും ആകില്ല തൃപ്പൂണിത്തുറ മണ്ഡലത്തെ സംബന്ധിച്ച്. കാരണം ഈ മണ്ഡലത്തിൽ രണ്ട് ശക്തികൾ, അതായത് LDFും UDFും തത്തുല്യമായിട്ടുള്ള ശക്തിയുണ്ട് ഈ രണ്ട് മുന്നണികൾക്കും. സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് കെ ബാബുവിൻ്റെ പക്കലാണ്, കോൺഗ്രസിൻ്റെ പക്കലാണ്. അതുകൊണ്ട് തന്നെ UDFിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയൊരു ദൗത്യമാണ് ബി.ജെ.പിക്ക് ഉള്ളത്. മുനിസിപ്പാലിറ്റി ബി.ജെ.പി ആണ് ഭരിക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. അതുമാത്രമല്ല, വലിയൊരു വോട്ട് ബാങ്ക് ബി.ജെ.പിക്ക് തൃപ്പൂണിത്തുറ മണ്ഡലം കേന്ദ്രീകരിച്ചുണ്ട്. എ ക്ലാസ് മണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെയാണ് തൃപ്പൂണിത്തുറയിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന എറണാകുളം ജില്ലയെ മൊത്തത്തിൽ കേന്ദ്രീകരിക്കുന്ന സമയത്തും തൃപ്പൂണിത്തുറയ്ക്കൊരു പ്രത്യേക സ്ഥാനം ബി.ജെ.പി പ്രവർത്തനത്തിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ പറയുന്ന തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ പ്രവർത്തന രീതികൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് അടിത്തട്ടിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കാനായിട്ട് ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾക്കുള്ളത്. മാത്രവുമല്ല, ഇടതുമുന്നണിയൊക്കെ തന്നെ അപ്പാടെ തരിപ്പണമായ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് മരട് നഗരസഭയും അതോടൊപ്പം തന്നെ കുമ്പളം, ഉദയംപേരൂർ പഞ്ചായത്തും ഒക്കെ തന്നെ അടങ്ങിയതാണ്. പക്ഷേ ഈ കുമ്പളം, ഉദയംപേരൂർ, മരട് നഗരസഭയൊക്കെ കൈയാളുന്നത്, അല്ലെങ്കിൽ ഭരണം എന്ന് പറയുന്നത് UDFിൻ്റെ കയ്യിലാണ്. അതൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന 9 ഡിവിഷനുകൾ കൂടി ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ 9 എണ്ണത്തിൽ 8 എണ്ണത്തിൽ LDF സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത്. അതും ഒരു പ്രതിസന്ധിയാണ്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിലൊന്നും തന്നെ തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും ശക്തനായിട്ടുള്ള സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിനെ തന്നെ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയാണ് ബി.ജെ.പിയുടെ അണികൾക്കുള്ളത്. കോൺഗ്രസിൽ പക്ഷേ വലിയ രീതിയിൽ പടല പിണക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അതായത് രാജു പി നായരെ നിർത്തണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ രാജു പി നായർ വേണ്ട എന്ന് എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം. രമേശ് പിഷാരടി ലിസ്റ്റിലുണ്ട്. മറ്റൊന്ന്, LDFിന് നിലവിൽ ഉള്ള ഒരു സ്ഥാനാർത്ഥി ചർച്ചയിൽ പ്രഥമ പരിഗണന നൽകുന്നത് മുൻ മേയറായിട്ടുള്ള കൊച്ചി കോർപ്പറേഷന്റെ മുൻ മേയറായിട്ടുള്ള M അനിൽകുമാർ തന്നെയാണ്. എന്തായാലും കെ ബാബു വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ ഈ UDFിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ബി.ജെ.പി എ ക്ലാസ് മണ്ഡലമായിട്ട് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരിടമാണ് തൃപ്പൂണിത്തുറ. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകി.